ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ക്രീമി ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യാറ് നോർമലി ഡ്രൈ ആയിട്ടാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് ക്രീമി ആക്കി നോക്കാം. അതിനായിട്ടൊരു ബൗളിലെടുത്ത് അതിലേക്ക് ഒരു 1.5 സ്പൂൺ ചില്ലി പൗഡർ ഇടുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം അതേപോലെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുക, കുരുമുളക് പൊടി ഇടുക, കുറച്ച് ഗീയും പിന്നെ ഒരു 1/2 ലെമണും കൂടെ സ്ക്വീസ് ചെയ്തിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നമ്മളെ ഹോൾ സ്പൈസസ് ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വൃത്തിക്ക് കഴുകി വെച്ച ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മാരിനേഷൻ വെക്കുക. ഞാനൊരു 1 മണിക്കൂർ മാരിനേഷൻ വെക്കുന്നുണ്ട്. എത്രത്തോളം നേരം വെക്കുന്നു അത്രത്തോളം അതിലേക്ക് മസാല പിടിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് മാരിനേറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഫിഷ് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഗ്യാപ്പിൽ നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയതിന് ശേഷം അതിൽ നിന്ന് പാലെടുത്ത് വെക്കുക. ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത്. നല്ല തിക്കും അല്ല നല്ല വാട്ടറി അല്ലാത്തൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും നല്ല വൃത്തിക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് എല്ലാ സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണകൾ ഞാൻ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നന്നായി കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഒരു സ്പൂൺ എടുത്ത് ജസ്റ്റ് ഞാൻ ആ തേങ്ങാപ്പാൽ ഫിഷിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഫിഷൊക്കെ ഓൾമോസ്റ്റ് ഫുൾ കുക്കായിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ആ തേങ്ങാപ്പാൽ കൂടെ അതിലേക്കൊന്ന് പിടിച്ചു വന്നാൽ മതി. ഇടയിൽ കുറച്ച് കറിവേപ്സും കൂടി ഇതുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം മേ ബി കുറച്ച് ഉപ്പ് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഓൾമോസ്റ്റ് വറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നോർമലി എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യാറ് കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ, കുറച്ച് ക്രീമി ആയിട്ട് ഇരുന്നോട്ടെ. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ എപ്പോഴും ഫിഷ് പൊരിക്കാറുണ്ട്. നോർമലി ഫിഷ് പൊരിക്കുന്ന പോലെ പൊരിച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ വെച്ചൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല യമ്മി ആയിരിക്കും. എപ്പോഴും നമ്മൾ കഴിക്കുന്നതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.